എല്ലാവർക്കും വന്ദനം. സഭയിൽ ഉപവാസ പ്രാർത്ഥനയുടെ 5-ാമത്തെ ദിവസമാണ് വെള്ളിയാഴ്ച. ഇതുവരെയും നടത്തിയ ദൈവത്തിൻ്റെ കൈകളിൽ ആശ്രയിക്കാം. ഇന്ന് കടന്നു വരുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, വരാൻ കഴിയാത്തവരുടെ പ്രാർത്ഥന വിഷയങ്ങൾ അയച്ചു തരണം. സഭ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിശ്ചയമായും പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നിങ്ങളെല്ലാ വിഷയത്തിനും മറുപടി തരാൻ ജീവനുള്ളൊരു ദൈവപുത്രനുണ്ട്. ആകയാൽ ധൈര്യപ്പെടുക. നാളെ ശനിയാഴ്ച പ്രാർത്ഥനയുടെ സമാപന ദിവസമാണ്. ഉച്ചയ്ക്ക് ഒരു 2 മണിയോടെ 10:30 ആരംഭിക്കുന്ന മീറ്റിംഗ് ഉച്ചയോടെ അവസാനിക്കും. വൈകിട്ട് സമയങ്ങളിൽ പലരും ആഗ്രഹിച്ചതുപോലെ മീറ്റിംഗ് ഈ പ്രാവശ്യം വയ്ക്കുവാൻ നിവൃത്തിയില്ലാതെ പോയി. ക്ഷമിക്കുക. അടുത്ത പ്രാവശ്യം നമുക്കതിനുള്ള ക്രമീകരണങ്ങൾ കർത്താവ് ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥന അതിനായി ചോദിക്കുന്നു. സാങ്കേതികമായ പല ക്രമീകരണങ്ങളും അതിനുവേണ്ടി അത്യാവശ്യമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് അതിനുള്ള വഴികളും കൃപയും നമുക്ക് തരട്ടെ. ഇന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആത്മാവിലും സത്യത്തിലും പ്രിയ വർഷിപ്പ് ടീമിനോട് ചേർന്ന് പാടി ആരാധിക്കാം. നിൻ സാന്നിധ്യത്തിൽ മറയുവാൻ കൊതിയാണപ്പാ, കൊതിയാണപ്പാ. നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ കൊതിയാണപ്പാ, കൊതിയാണപ്പാ. നിൻ സാന്നിധ്യത്തിൽ മറയുവാൻ കൊതിയാണപ്പാ, കൊതിയാണപ്പാ. നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ എന്നും എൻ്റെ കൂടെ വേണമപ്പാ. എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. എന്നും എൻ്റെ കൂടെ വേണമപ്പാ. എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ. നിൻ സാന്നിധ്യത്തിൽ മറയുവാൻ കൊതിയാണപ്പാ, കൊതിയാണപ്പാ. നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ കൊതിയാണപ്പാ, കൊതിയാണപ്പാ. നിൻ സാന്നിധ്യത്തിൽ മറയുവാൻ കൊതിയാണപ്പാ, കൊതിയാണപ്പാ. നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ എന്നും എൻ്റെ കൂടെ, എന്നും എൻ്റെ കൂടെ വേണമപ്പാ. എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. എന്നും എൻ്റെ കൂടെ വേണമപ്പാ. എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. എന്നും എൻ്റെ കൂടെ വേണമപ്പാ. എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. എന്നും എൻ്റെ കൂടെ വേണമപ്പാ. എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ.
വാഞ്ചിക്കുന്നേ, ദാഹിക്കുന്നേ, എന്നാശയേറുന്നേ. വാഞ്ചിക്കുന്നേ, ദാഹിക്കുന്നേ, എന്നാശയേറുന്നേ. വാഞ്ചിക്കുന്നേ, ദാഹിക്കുന്നേ, എന്നാശയേറുന്നേ. വാഞ്ചിക്കുന്നേ, ദാഹിക്കുന്നേ, എന്നാശയേറുന്നേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 1-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ഇന്ന് നമ്മൾ ധ്യാനിക്കുകയാണ്. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിനെ ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ചില വ്യക്തികളുണ്ട് എപ്പോഴും അതെപ്പോഴായിരിക്കും, ഇതെപ്പോഴായിരിക്കും, ഇങ്ങനെ അതിനുവേണ്ടി മാത്രം. ഇപ്പം ഇന്ന് നടക്കാത്ത ഒരു 50 കൊല്ലത്തിന് ശേഷം നടക്കുന്ന കാര്യം ഇപ്പോഴേ കുത്തിയിരുന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇതുപോലെയാണ് ശിഷ്യന്മാര്. കർത്താവേ, ഇത് എപ്പോഴായിരിക്കും നീ രാജാവായിട്ടൊക്കെ മടങ്ങി വരുന്നത്? അത് എപ്പോഴായിരിക്കും? നിന്റെ വരവ് എപ്പോഴാ? അത് ഇപ്പോഴും വല്ലതാണോ? ഞങ്ങളൊക്കെ രാജാക്കന്മാരായിട്ട് വാഴുന്നത് എപ്പോഴാ? യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുന്നത് എപ്പോഴാണ്? ഇസ്രായേലിനെ ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും കർത്താവ് മറുപടി പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളെ, സമയങ്ങളെ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. അതിൻ്റെ അർത്ഥം ഞാൻ പോലും അതിനകത്ത് ഇടപെടാറില്ല. അതാണ് അതിൻ്റെ അർത്ഥം. യേശു കർത്താവ് പോലും പിതാവിൻ്റെ സ്വന്തം അധികാരത്തിൽ കയറി ചോദ്യങ്ങൾ ചോദിക്കാറില്ല. പിതാവിന് പ്രത്യേകം ക്ലാസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിതാവിന് മന്ത്രിയായിട്ടിരിക്കേണ്ട ആവശ്യവുമില്ല. പിതാവിന് പുതിയ ഉപദേശം കൊടുത്ത് കാര്യങ്ങൾ വേഗത്തിലാക്കേണ്ട കാര്യങ്ങളൊന്നും അവിടെയില്ല. കാരണം പിതാവ് മനുഷ്യനല്ല, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവാണ്. അവൻ ക്ഷീണിക്കുന്നില്ല, തളരുന്നില്ല, അവന് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല, ദൈവത്തിന് പ്രായമാകുന്നില്ല, ഓർമ്മശക്തി ക്ഷയിക്കുന്നില്ല. ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനാണ് നമ്മുടെ ദൈവം. നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവേശുവിൻ്റെ നാള് വരെ അത് തികയ്ക്കുമെന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഒരിക്കലും ദൈവം തൻ്റെ പദ്ധതികൾ മാറ്റുന്നില്ല. പിന്നെ എന്തിനാണ് ദൈവം എപ്പോഴാണിത് ചെയ്യുന്നതെന്ന് അന്വേഷിക്കുന്നത്? നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇതാണ് നമ്മൾ അറിയേണ്ടത്. ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവത്തെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട, അത് ദൈവം ചെയ്തുകൊള്ളും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എക്സലൻ്റ് ആയിട്ട് ചെയ്യണം. അതിന് ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ പിതാവിനോട് ചോദിച്ച് പിതാവ് പറഞ്ഞ വാഗ്ദത്തത്തെ നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ഈ ശക്തി ലഭിച്ചാൽ നിങ്ങൾ പിന്നെ ഈ ഒരു സ്ഥലത്ത് തന്നെ കുത്തിയിരുന്ന് ഈ കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കില്ല. യേശു എപ്പോഴാണ് വരുന്നത്? ചിലർ പറയുന്നു യേശു ഉടനെ വരും, ചിലർ പറയുന്നു ഇത്രാം തീയതി ഇത്ര മണിക്ക് വരും, ചിലർ പറയുന്നു യേശു വന്നിട്ട് പോയി. അപ്പം ഇങ്ങനെ വെറുതെ കുത്തിയിരുന്ന് ചിന്തിച്ച് സമയം കളയുന്ന ഒരു കൂട്ടരുടെ നടുവിൽ ഒരു ദിവസം പോലും പാഴാക്കാതെ യേശു വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, വാക്കു പറഞ്ഞവൻ മാറില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട്, എല്ലാവരെ രക്ഷിക്കാൻ മതിയായവൻ സുവിശേഷം എല്ലായിടത്തേക്കും അയച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ആ വലിയ ദൗത്യത്തിൽ പങ്കാളിത്തം വഹിക്കാൻ
നാം ഓടിക്കൊണ്ടിരിക്കുക. അത് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ സാക്ഷികളാകും. ഈ ശക്തി കിട്ടിക്കഴിഞ്ഞാൽ, ഈ ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതെപ്പോഴായിരിക്കും? നീ എപ്പോഴാണ് വരുന്നത്? കുറച്ച് നേരത്തെ വരാമോ? ആ വരവൊന്ന് നേരത്തെ ആക്കിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നേരത്തെ അങ്ങോട്ട് വരാമായിരുന്നല്ലോ. യേശു പറഞ്ഞു, നിങ്ങൾക്ക് ശക്തി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ രീതിയെ മാറും. നിങ്ങൾ വളരെ തിരക്കുള്ളവരായി മാറും. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ദൃഷ്ടിയെ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് തിരിക്കണം. നമ്മുടെ ഫോക്കസ് മാറ്റണം. കർത്താവ് എപ്പോഴാ വരുന്നത്? കർത്താവ് എപ്പോഴെങ്കിലും വരട്ടെ. കർത്താവ് വരില്ലെന്നും വന്നെന്നും ഒക്കെ പറയുന്നവരുടെ കൂട്ടത്തിൽ പെടാതെ കർത്താവ് വരും. എത്രയും താമസിയാതെ വരുവാനുള്ളവൻ വരും. അത് പത്രോസൊക്കെ പറഞ്ഞ പോലെ വരും. അത് നിശ്ചയമാണ്. യേശു വരും. ഒന്നാമത് വന്നെങ്കിൽ, ഒന്നാമത് വന്നതാണ് ഏറ്റവും വലിയ പാട്. മനുഷ്യനായി ജനിച്ച് ഈ ഭൂമിയിൽ വന്ന് കഷ്ടപ്പെട്ട് ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പോയി. അതായിരുന്നു വലിയ പാട്. ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ വെള്ളക്കുതിര പുറത്ത് 1000 വിശുദ്ധന്മാരോടുകൂടെ വരുന്ന കാര്യങ്ങളാണ് യൂദായുടെ ലേഖനത്തിൽ, വെളിപ്പാട് പുസ്തകത്തിന് തൊട്ടു മുമ്പുള്ള ഒരധ്യായം മാത്രമുള്ള യൂദായുടെ ലേഖനത്തിൽ യൂദ പറയുന്ന കാര്യം എന്താണ്? 1000 വിശുദ്ധന്മാരോടുകൂടെ യേശു വരും. നമ്മോടുകൂടെ നാം മധ്യാകാശത്തിൽ ചെല്ലും. അവിടെ നിന്ന് യേശുവുമായിട്ട് ഇങ്ങോട്ട് കടന്നു വരുന്ന ആ വലിയ യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. അതെല്ലാം അതിൻ്റെ സമയത്ത് ഭംഗിയായിട്ട് നടക്കും. നമ്മുടെ വേലയെ നമ്മൾ ഫോക്കസ് ചെയ്യുക. ദൈവത്തിൻ്റെ പദ്ധതിയെ നമ്മൾ ഫോക്കസ് ചെയ്യുക. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒപ്പം നിൽക്കുക. കർത്താവ് വരുമ്പോൾ വരട്ടെ. എപ്പോഴായാലും കർത്താവ് വരും. കർത്താവ് പറഞ്ഞ കള്ളനെ പോലെ വരും. കള്ളൻ ഏത് സമയത്താണ് വരുന്നതെന്ന് അറിയില്ല. അതുപോലെ ഉണർന്നിരിക്കണം എന്ന് കർത്താവ് പറയും. ഏത് സമയത്തും കർത്താവ് വരും. അതുകൊണ്ട് നാം ഉണർന്ന് കർത്താവിൻ്റെ വേല ചെയ്യുക. അപ്പം നമ്മുടെ ചിന്താഗതികളെ മാറ്റി കർത്താവിൻ്റെ പദ്ധതിയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധാത്മശക്തി ഉള്ളവരായി നാം ജീവിക്കണം. ഇത് ദൈവത്തിൻ്റെ പ്ലാനാണ്. നാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുള്ളവരാകണം. പരിശുദ്ധാത്മാവിൽ യേശു നിറഞ്ഞതുപോലെ നിറഞ്ഞിട്ട് അതിൽ തൃപ്തിയാകാതെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആത്മശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്ന യേശുവിനെ പോലെ നാം ശക്തരായി വന്നു കഴിയുമ്പോൾ ബന്ധനങ്ങൾ അഴിയും, ഭൂതങ്ങൾ വിട്ടുമാറും, രോഗികൾ സൗഖ്യമാകും, മരിച്ചവർ ഉയർക്കും. അപ്പോൾ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് തരുന്നു എന്ന് പറയുന്ന നിലയിൽ നമ്മുടെ മേൽ വലിയ പകർച്ചകൾ ഉണ്ടാകും. അതിനായിട്ട് നാം ഇരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ദൈവിക ശക്തിയാൽ നിറയണം. ഒന്ന്, ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നമ്മുടെ ലക്ഷ്യം തിരിയണം. രണ്ട്, ദൈവശക്തിയാൽ നിറയുവാൻ. ഇത് പോരായേ എന്ന് പാടിക്കൊണ്ട്, കർത്താവ് എനിക്കിത് പോരാ, ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ഏലീശ ചോദിച്ചതുപോലെ ഇത് പോരാ, മുട്ടോളമല്ല അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു വലിയ നദിയിലേക്ക് എന്നെ ഇറക്കണമേ, എനിക്ക് ഈ കൃപ പോരാ. ചാൾസ് വിന്നിക്ക് കൊടുത്തതുപോലെ, ഏലീശ ഇരട്ടി ചോദിച്ചപ്പോൾ കൊടുത്തതുപോലെ, റീനാഡ് ബോങ്കയ്ക്ക് ലഭിച്ചതുപോലെ, ബെന്നിഹിന് പകരപ്പെട്ടതുപോലെ, DGS ദിനകരനെ കർത്താവ് പകർന്നു കൊടുത്തതുപോലെ, കാത്തിരുന്ന അഭിഷിക്തന്മാർക്ക് അത് കൊടുത്തതുപോലെ എനിക്കും അത് നൽകി തരണമേ കർത്താവേ എന്ന ആഗ്രഹത്തോടെ, ദാഹത്തോടെ ഈ ദിവസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം, വിശ്വസിക്കാം. ഒരു വലിയ പകർച്ച നടക്കും. അതെനിക്ക് നല്ല ഉറപ്പാണ്. ജീസസ് എവരിഡേയിലൂടെ ഭയങ്കരമായൊരു മൂവ് നടക്കും. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ഇതൊരു പ്രവചനമായി ഏറ്റെടുക്കാം. നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശക്തി വ്യാപരിക്കും. നിങ്ങളുടെ ആത്മശക്തി വർദ്ധിക്കും. മനഃശക്തിയുടെ കാര്യമല്ല പറഞ്ഞത്, ആത്മശക്തി വർദ്ധിക്കും. നിങ്ങളുടെ മേൽ ഒരു വലിയ ആത്മപ്രവാഹമുണ്ടാകും. ഒരു ഉരുള് പൊട്ടുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ചാടി പുറപ്പെടും. ഇത് കാണാൻ പോകുന്നേ ഉള്ളൂ. മൂന്നാമത്തെ കാര്യം, ഒരു ഭൂമി മുഴുവനും സാക്ഷികളാകുന്ന ഒരു ദൗത്യം.
അതാണ് ഈ മീൻപിടുത്തക്കാരോട് പറഞ്ഞത്. ഒരു ഗ്ലോബൽ മിഷൻ, ലോക രാജ്യങ്ങളെ തൊടുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കണം. നിങ്ങൾ കുടുംബമായിട്ട് പദ്ധതി ഇടണം. ഭൂമിയിലെ എല്ലാ ഭാഗത്തും പോയി ഞാൻ യേശുവിനെ ഉയർത്തും. അപ്പൊ യേശുവിനെ സാക്ഷിക്കാൻ നിങ്ങൾ സാക്ഷികളാകും. സാക്ഷ്യം പറയാൻ ശക്തി വേണം, സാക്ഷ്യം പറയാൻ കൃപ വേണം. സാക്ഷ്യം വെറുതെ പറയണ്ട. സാക്ഷ്യം നമ്മുടെ അറിവിൻ്റെ പാണ്ഡികശാലയിൽ നിന്നെടുത്ത് പറയണ്ട, നമ്മൾ പഠിച്ചത് പറയണ്ട. ദൈവത്തിൻ്റെ വേലക്ക് ദൈവത്തിൻ്റെ ശക്തി തരും. നമ്മുടെ വേല ചെയ്യാൻ നമ്മുടെ ശക്തി ഉപയോഗിക്കുക. നമ്മുടെ വേല ചെയ്യാൻ ദൈവത്തിൻ്റെ ശക്തി വേണ്ട. ദൈവത്തിൻ്റെ വേല ചെയ്യാൻ നമ്മുടെ ശക്തി ഉപയോഗിക്കേണ്ട ആവശ്യവുമില്ല. ദൈവത്തിൻ്റെ വേല ചെയ്യാൻ ദൈവത്തിൻ്റെ ശക്തി ഉപയോഗിക്കണം. നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. പട്ടണങ്ങളെ നിങ്ങൾ ഇളക്കി മറിക്കും, സമൂഹങ്ങളെ നിങ്ങൾ രൂപാന്തരപ്പെടുത്തും. ഇതൊക്കെയാണ് ഈ അന്ത്യകാലത്ത് വടക്കേന്ത്യയിൽ നടക്കുന്നത്, അർജന്റീനയിൽ നടക്കുന്നത്, നൈജീരിയയിൽ നടക്കുന്നത്, മറ്റു പല രാജ്യങ്ങളിലും പെട്ടെന്ന് സംഭവിക്കുന്നു. കൂട്ടമായി ജനങ്ങൾ വിടുവിക്കപ്പെടുകയാണ്. അതിൻ്റെ കാരണം പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയാണ്. അതുകൊണ്ട് ആ പകർച്ചയ്ക്ക് വേണ്ടി ലോകവ്യാപകമായി ഒരാത്മപ്രവാഹത്തിന് വേണ്ടി നിങ്ങൾ പോകണം. നിങ്ങൾ പോയി ഫലം കായ്ക്കണം. അത് കർത്താവിൻ്റെ ഇഷ്ടമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കതിനു വേണ്ടി ആഗ്രഹിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഈ കേട്ട തിരുവെഴുത്ത് പോലെ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിലേക്ക്, ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ഓരോ വ്യക്തികളെയും തിരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആത്മശക്തിയാൽ അവർ നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കൃപകളാലും വരങ്ങളാലും അവർ നിറയട്ടെ. ലോകരാജ്യങ്ങളിലേക്ക് കുതിക്കുന്ന ഒരാത്മീക സമൂഹമായി കുടുംബങ്ങൾ തീരട്ടെ. പോകുന്നിടത്തെല്ലാം ജനങ്ങൾ വിടുവിക്കപ്പെടട്ടെ, അത്ഭുത സാക്ഷികളാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾ കാണും, വലിയ ദൈവപ്രവൃത്തി കേൾക്കും. നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ ഒരു അത്ഭുത സാക്ഷിയായി മാറും. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസമാണ്. നാളെ കടന്നു വരണം. ഗോഡ് ബ്ലെസ് യു.